സുഭാഷിതം. എല്ലാ കാലത്തും ജീവിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് വേദപുസ്തകം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചേക്കാം. അതിനുത്തരമായി ധാരാളം പറയാനുണ്ടെങ്കിലും ഒരു വാക്യം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. For the word of God is living and powerful, and sharper than any two-edged sword, piercing even to the division of soul and spirit, and joints and marrow, and is a discerner of the thoughts and intents to the heart. ദൈവവചനത്തിന്റെ പ്രവർത്തനം ഒരു ശസ്ത്രക്രിയ വിദഗ്ധന്റെ കൃത്യതയോടെ മനുഷ്യന്റെ അവസ്ഥ ഇവിടെ നിർണയിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ദൈവവചനം എന്ന പദപ്രയോഗത്തിന് ഒരു പേജിലെ അച്ചടിച്ച വാക്കുകളേക്കാൾ കൂടുതൽ അർത്ഥമുണ്ട്. ദൈവം ആരംഭം മുതൽ മനുഷ്യ മണ്ഡലത്തിലേക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് തന്റെ സൃഷ്ടിയിലൂടെ, പുരാതന പ്രവാചകന്മാരിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, തിരുവെഴുത്തുകളിലൂടെ, തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലൂടെയും സംസാരിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ഇവിടെ വചനം എന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാകുന്നു. ദൈവവചനത്തിന്റെ പർപ്പസ് എന്താണെന്ന് 2 തിമോഥെയോസ് 3:16 കാണുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നാം വായിച്ച കുറിവാക്യം. അത് ജീവനും ചൈതന്യമുള്ളതാകുന്നു. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഫിലിപ്പിയർ 2:15 പൗലോസ് എഴുതിയിരിക്കുന്നു, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. 119-ാം സങ്കീർത്തനം 50-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. 1 പത്രോസ് 1:23 പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു. എഫെസ്യർ 6 ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ എന്നെഴുതിയിരിക്കുന്നു. ആത്മീയ ശത്രുവിന്റെ ആക്രമണങ്ങൾക്കെതിരെ നമ്മുടെ നിർണായകരമായ ആയുധമാണ് ഈ വാൾ. യേശു കർത്താവ് പിശാചിനെ ജയിക്കുവാൻ ഉപയോഗിച്ച വചനമെന്ന വാൾ. ദൈവത്തിന്റെ വചനം മനുഷ്യാത്മാവിന്റെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറുന്നു. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളിലേക്കും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലേക്കും പ്രവേശിക്കുവാനും പരിശോധിക്കുവാനും ഈ വചനത്തിന് കഴിയും. ദൈവവചനം എന്ത് ചെയ്യുന്നു എന്ന് ധാരാളം ഇനിയും പറയുവാനുണ്ട്. സങ്കീർത്തനങ്ങളിൽ നിന്നും മാത്രം ചിന്തിച്ചാൽ അത് പ്രാണനെ തണുപ്പിക്കുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, വഴി കാട്ടുന്നു, പ്രബോധനം നൽകുന്നു, പഠിപ്പിക്കുന്നു, പ്രതിഫലം നൽകുന്നു, സൃഷ്ടിക്കുന്നു, സൗഖ്യമാക്കുന്നു. കാലിന് പ്രകാശമാണ്, നേരുള്ളതാണ്, നിർമ്മലമാണ്, ശുദ്ധി ചെയ്തതാണ്. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്നെഴുതിയിരിക്കുന്നു. ഇനിയും ധാരാളം പറയാനുണ്ടെങ്കിലും വിസ്താര ഭയത്താൽ നിർത്തുന്നു. കരുണയുള്ള പിതാവേ, വചനത്തിൽ വിശ്വസിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും അന്ത്യം വരെ വിശ്വസ്തയോടെ നിന്ന് നിത്യതയിലെത്തുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. സമർപ്പിക്കുന്നേ കുശവൻ